ഹലോ എല്ലാവർക്കും ശ്രീസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബേക്കറി സ്റ്റൈൽ ബിസ്ക്കറ്റാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം. ഇനിയും ഞാൻ എടുത്തേക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 കപ്പ് മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം എണ്ണയും നെയ്യും എടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ മാത്രമായിട്ടും നെയ്യ് മാത്രമായിട്ടും എടുത്തു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ടേസ്റ്റായിട്ട് വരില്ല. അപ്പം എണ്ണയും നെയ്യും രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് ബിസ്ക്കറ്റിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ കുഴച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ കൂട്ടൊന്നും അല്ല, അതാ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരണം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് ചെറിയ ബോൾസ് പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എള്ളും കൂടെ വെച്ച് കൊടുക്കാം. എള്ള് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് സ്റ്റീൽ റിങ് വെക്കണം. ആ പാത്രം നമ്മളൊരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് എല്ലാം വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് എല്ലാം ബേക്കായി വരുമ്പോഴത്തേന് റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിക്കോളും. ഇനി ഇത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. 15 തൊട്ട് 20 മിനിറ്റിൻ്റെ ഇടയിൽ തന്നെ ഇത് കുക്കായി കിട്ടും. അത് കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമ്മുടെ കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്ത ദിവസം കാണാം. ടാറ്റാ.